നമസ്കാരം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ജ്യോതിഷ മാറ്റത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് നാളെ മെയ് 14 മുതൽ ശുക്രഗ്രഹം തൻ്റെ സ്ഥാനമാറ്റം നടത്താൻ പോകുന്നുണ്ട്. മിഥുന രാശിയിലേക്കാണ് ശുക്രൻ പ്രവേശിക്കുന്നത്. ജ്യോതിഷത്തിൽ നമുക്കറിയാം, ശുക്രനെ സൗന്ദര്യം, വ്യക്തിജീവിതത്തിൽ ലഭിക്കുന്നതായ ആഡംബരങ്ങൾ, സമ്പത്ത്, സ്നേഹബന്ധങ്ങൾ, ഐശ്വര്യം എന്നിവയുടെയൊക്കെയും കാരകനായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഇങ്ങനെയുള്ള ആഡംബരം, വിവാഹ സൗഭാഗ്യം, സാമ്പത്തികമായ ഉയർച്ച, അതേപോലെ തന്നെ കലകളിൽ ഉണ്ടാകുന്നതായ കലാപരമായ കഴിവുകൾ, ഇതിനെയെല്ലാം ശുക്രന്റെ അനുഗ്രഹത്തോടെ സംഭവിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ ശുക്രന്റെ നാളെ നടക്കാൻ പോകുന്നതായ ഈ രാശിമാറ്റം ചിലരുടെ ജീവിതത്തിൽ ഇതേപോലെയുള്ള അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും. ചിലരുടെ കയ്യിൽ ധനം വന്നു ചേരും. ചിലരുടെ വീടുകളിൽ സന്തോഷ വാർത്തകൾ ശ്രവിക്കുവാൻ, അതുവഴി സന്തോഷം അനുഭവിക്കാൻ യോഗമുണ്ടാകും. ചില ആളുകൾക്ക് വിവാഹ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. എന്നാൽ ചിലരുടെ വാക്കിനും ചിലവിനും ബന്ധങ്ങളിലും ഒക്കെ ഉണ്ടാകുന്നതായ ഈ ഒരു മാറ്റം ഇവിടെ ശുക്രൻ എന്ന ഗ്രഹമാണ് നമ്മളിലേക്ക് നൽകുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്കിൽ പോലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ രാശിപര നക്ഷത്രക്കാർക്കാണ് ഈ മാറ്റം ഉണ്ടാകുന്നത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതുവരെ ഉണ്ടായ എല്ലാ പ്രയാസങ്ങളും മാറി നാളെ മുതൽ സാമ്പത്തിക ഉന്നതി തരുകയാണ് ശുക്രൻ എന്ന ഗ്രഹം നമുക്ക്. അപ്പോൾ അതിൽ ആദ്യത്തെ രാശി അശ്വതി ഭരണി കാർത്തിക വരുന്ന മേടം രാശിയാണ്. അപ്പോൾ മേടം രാശിക്കാർക്ക് എടുത്തു പറയേണ്ടത് ആത്മവിശ്വാസ വർധനവ് ഉണ്ടാകുന്നതാണ്. ആത്മവിശ്വാസം ഉണ്ടായാൽ ഒരു ജീവിതത്തിൽ പകുതി വിജയിച്ചു എന്ന് തന്നെയാണ്. ബാക്കി പിന്നീട് നമ്മുടെ ദൈവാധീനം കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ സംസാര ശൈലിയിലൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടാകും. പല കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യാനായി നിങ്ങൾക്ക് സാധിക്കും. അംഗീകാരങ്ങളൊക്കെ വന്നു ചേരും. മുൻപ് നിങ്ങളെ വില കുറച്ച് കണ്ടിരുന്നു, നിങ്ങളെ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞു കണ്ടവർ പോലും നിങ്ങളുടെ ഇനിയുള്ള കഴിവ് അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ശുക്രനായിട്ട് തന്നെ നിങ്ങൾക്ക് കൊണ്ടുവരുന്നതാണ്. പുതിയ അവസരങ്ങളൊക്കെ ഉണ്ടാകാൻ തുടങ്ങും. സാമ്പത്തികമായി പുരോഗതി ഉണ്ടാകും. അമിത ചിലവ് വരാൻ സാധ്യതയുണ്ട്. അതൊന്ന് നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. കുടുംബ ബന്ധങ്ങളിൽ ക്ഷമ പാലിക്കാനായിട്ട് ശ്രമം വേണം. എടുത്തുചാടിയുള്ള സംസാരങ്ങളൊന്നും വേണ്ട. ചെറിയ വാക്കുതർക്കങ്ങൾ പോലും വലിയ വിഷയങ്ങളിലേക്ക് മാറുവാനുള്ള ഒരു സാധ്യതയും ഈ സമയത്ത് നമ്മൾ മുന്നിൽ കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, വെള്ളിയാഴ്ചകളിൽ അടുത്ത ദേവീക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ ദർശനം നടത്തി ഒരു നെയ്വിളക്കൊക്കെ സമർപ്പിക്കുന്ന, നെയ്ത്തിരി കത്തിക്കുന്നതൊക്കെ ഉത്തമമായിരിക്കും. കൂടാതെ 21 പ്രാവശ്യം ഓം ശുക്രായ നമഃ എന്ന് ജപിക്കുക. അതേപോലെ ശുക്ര പ്രീതിക്കായിട്ട് വെള്ള പൂക്കളൊക്കെ സമർപ്പിക്കുന്നതും ഐശ്വര്യവർദ്ധനവിനായി സഹായിക്കും. അപ്പോൾ ദേവീക്ഷേത്രങ്ങളിൽ വെള്ളിയാഴ്ച ദർശനം നടത്തുമ്പോൾ അന്നേ ദിവസം നിങ്ങൾ വെള്ള പുഷ്പങ്ങൾ സമർപ്പിക്കുന്നതും ഉത്തമമായ ഫലം, അതായത് ശുക്രന്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതിന് സഹായകമാകും. ഇനി കാർത്തിക, രോഹിണി, മകീരം വരുന്ന ഇടവം രാശിക്കാരുടെ കാര്യത്തിലും ഗുണകരമായ സമയമാണ് നാളെ മുതൽ തുടങ്ങുന്നത്. ശുക്രന്റെ പൂർണ്ണ അനുഗ്രഹം ഇടവം രാശിക്കാർക്ക് ഉണ്ടാകുന്നതാണ്. അതിനാൽ തന്നെ വാക്കുകൾക്ക് വില വരും. ചെറിയ കാര്യമാകട്ടെ വലിയ കാര്യമാകട്ടെ ഏത് പറഞ്ഞാലും ആളുകൾക്ക് അതിനോടൊരു മതിപ്പ് തോന്നുന്നതായിരിക്കും. ജോലിയിൽ അംഗീകാരമൊക്കെ ഉണ്ടാകും. ശമ്പളവുമായി ബന്ധപ്പെട്ട് അല്പം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ശമ്പള വർധനമൊക്കെ പ്രതീക്ഷിക്കാം. പ്രത്യേക ഒരു ഭാഗ്യം, സന്തോഷ വാർത്താ ശ്രവണം ഒക്കെ നാളത്തെ ദിവസം മുതൽ നിങ്ങൾക്ക് തുടങ്ങാൻ പോവുകയാണ്. പുതിയൊരു വാഹനമോ അല്ലെങ്കിൽ അല്പം സ്വർണമോ ഒക്കെ വാങ്ങാനുള്ള ഒരു യോഗവും ഈ ഒരു സമയത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തുക എന്ന് വെച്ചാൽ കൃത്യമായി മരുന്നൊക്കെ കഴിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കണം. എന്തുകൊണ്ടെന്നാൽ ഉറക്കക്കുറവും അല്പം ക്ഷീണവും ഒക്കെ ഉള്ളൊരു സമയമാണ് നിങ്ങൾക്ക്. അപ്പോൾ ആ ഉറക്കക്കുറവിനെ അവഗണിക്കുകയല്ല, കൃത്യമായി മരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കാനൊക്കെ ഒന്ന് ശീലിക്കുക. സാമ്പത്തികമായിട്ടൊക്കെ വളരെയധികം മാറ്റം ഉണ്ടാകും. അപ്പോൾ മനസ്സിനെ ഒന്ന് റിലാക്സ് ചെയ്ത് പോകാനായിട്ട് നിങ്ങൾ തന്നെ ശ്രമിക്കുക. വെള്ളിയാഴ്ച നിങ്ങളും ദേവീക്ഷേത്ര ദർശനമൊക്കെ നടത്തുക. പാവപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും ദാനം ചെയ്യുക. മധുര പലഹാരങ്ങൾ ദാനം ചെയ്യുന്നതാണ് ഇപ്പോൾ ഏറ്റവും അധികം ശ്രേഷ്ഠമായ ഫലത്തെ നൽകുന്നത്. മകം, പൂര, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാർക്കും ഏറെ നാളുകളായി കാത്തിരുന്ന കാര്യങ്ങളൊക്കെ നടത്തുവാൻ ഉള്ള ഒരു സമയമാണ് ശുക്രൻ നിങ്ങൾക്കിപ്പോൾ നൽകുന്നത്. ആഗ്രഹങ്ങളൊക്കെ യാഥാർത്ഥ്യമാകുന്നതാണ്. ജോലിസ്ഥലത്ത് ഉയർച്ചയുണ്ടാകും. ജോലിസ്ഥലത്ത് ആരെങ്കിലും തടസ്സമായിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ മാറും. അധികാരികളിൽ നിന്ന് പ്രശംസയൊക്കെ ഉണ്ടാകും. പ്രണയ ബന്ധങ്ങളിൽ ഉള്ളവരാണെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സങ്ങൾ നേരിടുന്നവരാണെങ്കിൽ തടസ്സങ്ങളൊക്കെ മാറും. അറിയാമല്ലോ, പ്രണയകാരകൻ കൂടിയാണ് ശുക്രൻ. ഇപ്പോൾ വിവാഹാലോചനകളൊക്കെ മുന്നോട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. അമിതമായ മാനസിക സമ്മർദ്ദങ്ങളിലേക്ക് പോകാതിരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. സൂര്യ നമസ്കാരം ചെയ്യുക എന്നതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ പറഞ്ഞു തരാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗം.
കൂടാതെ ശിവക്ഷേത്രങ്ങളിൽ അറിയാമല്ലോ, തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുക, ജലധാര സമർപ്പിക്കുക. കൂടാതെ ഞായറാഴ്ച രാവിലെയും അതേപോലെ തന്നെ ശിവക്ഷേത്ര ദർശനം നടത്തുക. അപ്പോൾ നിങ്ങൾ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ശിവക്ഷേത്ര ദർശനം നടത്തി ജലധാര സമർപ്പിക്കുന്നത് കൊണ്ട് ഈ ഒരു ക്ഷീണവും ഉറക്കക്കുറവും ഒക്കെ ഉള്ളതൊക്കെ മാറി മനസ്സിനൊരു ശാന്തതയൊക്കെ വന്നു ചേരും. കാര്യങ്ങൾ കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോകാൻ ഭഗവാൻ മഹാദേവന്റെ അനുഗ്രഹം കൂടി നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. മൂലം, പൂരാട, ഉത്രാടം വരുന്ന ധനുരാശിക്കാർക്കും ബന്ധങ്ങളിലൊക്കെ വലിയ വിള്ളലുകൾ അനുഭവപ്പെട്ടിരുന്നവരാണെങ്കിൽ അതൊക്കെ മാറി വീണ്ടും പഴയതുപോലെ മുന്നോട്ട് പോകാൻ പറ്റും. ഭാര്യ ഭർത്തൃ ബന്ധമൊക്കെ കൂടുതൽ ശക്തവും ദൃഢവുമായി മാറുന്നതാണ്. ബിസിനസ് ചെയ്യുന്ന ആളുകളാണെങ്കിലും പങ്കാളിത്ത ബിസിനസ്സിലൊക്കെ വളരെയധികം നേട്ടം ഇനി നിങ്ങൾക്കുണ്ടാകും. പഴയ പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും പലതും നിങ്ങളെ ഇട്ട് മാനസികമായി സമ്മർദ്ദത്തിലാഴ്ത്തുന്നുണ്ട്. അതൊക്കെ മാറുന്ന, അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കുന്ന ഒരു സമയമാണ്. യാത്രകൾ കൊണ്ട് ഭാഗ്യമുണ്ടാകും. അത് വിദേശത്തായാലും സ്വദേശത്തായാലും യാത്രകൾ കൊണ്ട് ഗുണമുണ്ടാകുന്ന സമയമാണ്. വാക്കുകളൊക്കെ അല്പം നിയന്ത്രിച്ച് സംസാരിക്കാനൊക്കെ ശ്രമിക്കേണ്ടതാണ്. ചിലപ്പോൾ ചില വാക്കുകളിൽ തെറ്റിദ്ധാരണകളൊക്കെ വന്നു ചേരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ചെറിയ വാക്ക് മതി വലിയ അകലങ്ങളൊക്കെ സൃഷ്ടിക്കാൻ എന്നതുകൂടി ഓർക്കുക. വ്യാഴാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ഗുരുവായൂരൊക്കെ പോകുവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കാവുന്നതാണ്. കൂടാതെ മഞ്ഞ വസ്ത്രം ദാനം ചെയ്യാൻ സാധിക്കുന്നതും ഉത്തമമാണ്. അപ്പോൾ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഗുരുവായൂർ പോകാൻ സാധിച്ചാൽ അങ്ങനെ, അല്ലാതെ ഉള്ളവരാണെങ്കിൽ ഗൃഹത്തിൽ തന്നെ ഇരുന്ന് ഓം നമോ നാരായണായ മന്ത്രം ജപിക്കുന്നതും മനസ്സമാധാനം വന്നു ചേരുന്നതിന് ഒരുപാട് നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇനി പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി, മീനം രാശിക്കാരുടെ കാര്യത്തിലേക്ക് വന്നാലും കുടുംബ സൗഖ്യവും സമാധാനവും നാളെ മുതൽ ആരംഭിക്കുന്ന സമയമാണ്. വീട്ടിൽ തന്നെ പൊതുവെ നിങ്ങൾക്ക് തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ, ഒന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ച് നോക്കി ഒരുപാട് മാറ്റങ്ങൾ വരുന്നതായി നാളെ മുതലുള്ള സമയം അറിയാൻ പറ്റും. ചില പുതുക്കി പണിയാനുള്ള ഒരു യോഗവും, മനസ്സിൽ ഒരുപാട് നാളായിട്ട് വീടൊന്ന് മൂടി പിടിപ്പിക്കണം, ഒന്ന് പെയിന്റ് അടിക്കണം എന്നൊക്കെ ചിന്തയുണ്ട്, പക്ഷേ കയ്യിൽ ധനമില്ല. അങ്ങനെ ഒരു അവസ്ഥ അനുഭവിക്കുന്ന ആളുകൾക്ക് ഇവിടെ ശുക്രൻ ധനം നിങ്ങൾക്ക് തരും. നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും. വസ്തു വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കുരുക്കിൽ കിടക്കുന്നവരാണെങ്കിൽ ആ കുരുക്കൊക്കെ അഴിയുന്ന ഒരു സമയമാണ്. കുടുംബത്തിൽ സന്തോഷ വാർത്തയൊക്കെ ഉണ്ടാകും. ജോലി സംബന്ധമായ പുരോഗതിയൊക്കെ കാണുന്നുണ്ട്. അമിത ചിന്ത ഒഴിവാക്കാൻ ഈ ഒരു സമയം ശ്രമിക്കുക. സുഹൃത്തുക്കളുടെ ചില സഹായങ്ങളും നിങ്ങളുടെ ഒരു മുന്നേറ്റത്തിന് ഭാഗമാകുന്നുണ്ട്. അപ്പോൾ വിഷ്ണു ക്ഷേത്ര ദർശനം വ്യാഴാഴ്ചകളിൽ അടുത്തുള്ള വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഒരു തുളസിമാലയൊക്കെ സമർപ്പിക്കുന്നതും, കദളിപ്പഴം ഭഗവാന് വ്യാഴാഴ്ചകളിൽ വാഴപ്പഴം ദാനം ചെയ്യുന്നത്, അതായത് അവിടെ സമർപ്പിക്കുന്നത്. അതേപോലെ പാവമായ ഏറ്റവും വിഷമം അനുഭവിക്കുന്ന ആളുകൾക്കും കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ ദാനം ചെയ്യുന്നത് ഉത്തമമാണ്. സന്ധ്യാസമയത്ത് നിങ്ങൾ തന്നെ വീട്ടിൽ ദീപം തെളിയിക്കുന്നത് ഗൃഹശുദ്ധിയും ഗൃഹശാന്തിയും ഒക്കെ വരുന്നതിന് ഒരുപാട് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ മനസ്സിലാക്കുക, ശുക്രൻ്റെ ഈ രാശിമാറ്റം പലർക്കും ജീവിതത്തിൽ ഒരു പുതിയ വഴിത്തിരിവായിട്ട് തന്നെയാണ് വന്നു ചേരുന്നത്. അപ്പോൾ എല്ലാ ഗ്രഹനിലയും കൂടി അടിസ്ഥാനമാക്കി പറയുമ്പോൾ ഇവിടെ ചില ദോഷങ്ങൾ ഗ്രഹനിലാപരമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. എങ്കിലും പൊതുവായി നോക്കുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന രാശിക്കാർക്ക് വളരെയധികം നല്ല സമയമൊക്കെയാണ് വരുന്നത് നാളെ മുതൽ. അപ്പോൾ ആ സമയം അനുകൂലമായി വരുമ്പോൾ മനസ്സിന് ഒരുപാട് പഴയ കാര്യങ്ങൾ ഓർത്ത് ചിന്തിച്ച് ടെൻഷൻ ആകാതിരിക്കുക. പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായും നാളെ മുതൽ നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.